ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. ആവിലായിലെ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിൻ്റെ രത്നച്ചുരുക്കം അതാ. വെറുതെ മരിക്കുക, വെറുതെ സഹിക്കുക എന്നല്ല, എൻ്റെ ഈശോയുടെ സ്നേഹത്തെ പ്രതി സഹിക്കുക, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി മരിക്കുക എന്ന ജീവിതം കൊണ്ട് കാണിച്ചു തന്ന പുണ്യവതിയെ ഒക്ടോബർ 15 പ്രാർത്ഥനയോടെ നമ്മൾ ഓർക്കുകയാണ്. സഭയുടെ നീണ്ട ചരിത്രങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് വിശുദ്ധാത്മാക്കൾ നമുക്കുണ്ടെങ്കിലും വേദപാരകന്മാർ കുറവാ. 37ഓളം വേദപാരകരുള്ളതിൽ 4 വിശുദ്ധകളാണ്. അതിൽ ആദ്യത്തെ വേദപാരകത എന്നറിയപ്പെടുക ആവിലായിലെ അമ്മ ത്രേസ്യയാണ്. സിയനായിലെ കത്രീന പുണ്യവതിയോടുകൂടി വേദപാരകതയാണെങ്കിലും ആദ്യത്തെ വേദപാരകത എന്നറിയപ്പെടുക ആവിലായിലെ അമ്മ ത്രേസ്യയാണ്. സഭയുടെ പ്രബോധനങ്ങളിലും ദൈവശാസ്ത്രത്തിലും ആധ്യാത്മികതയിലും ഈ വിശുദ്ധര് നൽകിയ സമകാലികമായിട്ടുള്ള സവിശേഷമായ സംഭാവനകളൊക്കെ മുൻനിർത്തി വിശുദ്ധർക്ക് കൊടുക്കുന്ന ഒരു പദവിയാണ് വേദപാരംഗത എന്ന് പറയുക. പ്രാർത്ഥനയോടെ നമുക്ക് ഓർക്കാം, ഈ പുണ്യവതിയൊക്കെ തൻ്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ച വലിയ പുണ്യങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സഹിക്കാനും ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും ആവിലായിലെ അമ്മ ത്രേസ്യ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ ക്രിസ്തുവിനോട് ചേർത്ത് പിടിക്കാൻ, എന്നും ദൈവത്തിനുമുമ്പിലെ സഹനങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ ആവിലായിലെ അമ്മ ത്രേസ്യ പുണ്യവതിയെ ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവസമൃദ്ധമായി നമ്മുടെ സഹനങ്ങൾക്ക് സൗരഭ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ.